ഭാര്യ എവിടെ? അവളെ കണ്ടോ? നിങ്ങളുടെ പേരെന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഭാര്യയുടെ പേരെന്ന് പറഞ്ഞ ബെൻസീറ. KK ബിനു നിങ്ങളുടെ ഭർത്താവല്ലേ? മനു. ബെൻസീറ ഇപ്പുറത്തിരിപ്പുണ്ട്. എനിക്കാരും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരും കാണാൻ പറ്റുന്നില്ല? എനിക്കാരെയും കാണാൻ പറ്റുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഭാര്യക്ക് ഭർത്താവിനെ കണ്ടൂടാ, ഭർത്താവിന് ഭാര്യയെ കണ്ടൂടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇവനാണെങ്കിൽ അവർ രണ്ടുപേരും കണ്ടൂടാ. അത് നീ ഏതാണ്? എനിക്കൊന്നും കാണാൻ പറ്റില്ല പറഞ്ഞില്ലേ? KK മനു, നിന്റെ ഭാര്യയെ മോചിപ്പിച്ച് ഞാൻ നീയല്ലേ പറഞ്ഞത് നിനക്ക് ശാപമോഷം കിട്ടുന്നു. നിന്റെ ഭാര്യ പേര് ബെൻസീറ. ബെൻസീറ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്നിട്ട് എന്താ നിനക്ക് ശാപമോഷം കിട്ടും? എന്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് ശാപമോക്ഷം കിട്ടേണ്ടതല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ശാപമോക്ഷം കിട്ടാതെ അവന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീയൊക്കെ ശബ്ദിക്കാതെ എനിക്ക് പോകണം. പോയാ? അവരെ കൂട്ടത്തിൽ ഒരു പ്രേതം കൂടെ ഉണ്ടായിരുന്നല്ലോ. പേടിപ്പിക്കല്ലേ? നിങ്ങളെന്താ അവരോട് വരാത്തത്? എനിക്ക് അവരെയും കാണാം, അവർക്ക് എന്നെയും കാണാം. അവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റില്ല. അവളുടെ പേര് മായ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മേനെയും ചേട്ടനെയൊക്കെ വിട്ട് ഞാൻ അവളായിട്ട് ലിവിങ് റിലേഷനിലായി. അവളൊരു പാവം പെണ്ണായിരുന്നു. പോകെ പോകെ എന്തൊക്കെയോ മാറ്റങ്ങൾ. ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്നു. ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞായിരുന്നു. അതെ, ബ്രദർ, ബെസ്റ്റി, ഫ്രണ്ട് ഇവരിലാരെങ്കിലും വന്നോ? ബ്രദർ എന്ന് പറഞ്ഞൊരു ഡാൻസർ. അവർ തമ്മിൽ റീൽ ചെയ്ത് തുടങ്ങിയായിരിക്കും. അവളോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എന്തൊരു ടോക്സിക് ആടാ ഒരുമാതിരി. അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സംശയരോഗിയായിരിക്കും. അതെ, അവൾ എന്നെ മുഴുവൻ ഭ്രാന്തനാക്കി. എല്ലാവരുടെ മുമ്പിൽ എന്നെ കുറ്റക്കാരനാക്കിയിട്ട് നിസ്സാരമായിട്ട് അവൾ ബ്രേക്കപ്പും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അതിനാണ് നീ ആത്മഹത്യ ചെയ്തത്? അവളില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. അതൊന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവളെ പുറകെ പോയപ്പോൾ എന്താ കണ്ടതെന്നറിയാം? ഇതിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? കൊല്ലണം. നീ അവരെ കൊല്ലണം.